കിടക്കപ്പായെന്നൊന്ന് പൊന്താൻ തന്നെ വലിയ പ്രയാസമാണ്. അപ്പോൾ 8:30 ആകുമ്പോഴത്തേക്കും എല്ലാം സെറ്റാക്കണം. അതും ഞാൻ ഒറ്റക്ക്. എങ്ങനെയാണ്? അതൊരു ടാസ്ക് തന്നെയാണ്. ഇന്നങ്ങനെ വലിയ ഒരുപാട് ഐറ്റംസുകളൊന്നുമില്ല. പത്തിരിയും പഴം നിറച്ചതും മുട്ട റോസ്റ്റും അതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. ഇത് തന്നെ 8:30 ആകുമ്പോഴത്തേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നുള്ളൊരു ബേജാറിലാണ് ഞാനുള്ളത്. പണ്ട് ഞാനും റില്ലും ചെറുപ്പമായിരുന്ന കാലം സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അധികവും ചോറ് തന്നെ ഉണ്ടാവാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവൾ എനിക്ക് ഉണ്ടാക്കി തരുന്ന ഒരു ഐറ്റമാണിത്. അതിനു വേണ്ടി ഒരു ഉള്ളി, 2 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്കൊരു മുട്ട കൂടെ പുഴുങ്ങി ചേർത്താൽ സംഭവം റെഡിയാണ്. നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കൂ. സംഭവം കിടിലനാണ്. പിന്നെ ഒരു കാര്യമുള്ളത്, ഞാൻ എപ്പോഴാണോ ഉറങ്ങുന്നത് അപ്പോൾ ഉറങ്ങും, ഞാൻ എപ്പോഴാണോ എണീക്കുന്നത് അപ്പോൾ എണീക്കും. അതാണ് എൻ്റെ ആമക്കുട്ടിയുടെ അവസ്ഥ. ഇച്ചു വല്ലതും കഴിക്കുമ്പോൾ ആമിക്ക് ഞാൻ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കും. കുറച്ച് താഴെ പോയെങ്കിലും അവിടെ അങ്ങ് ഇരുന്നോളും ആള്. ഇജുവിന് കൊണ്ടുപോകാനുള്ളതൊക്കെ ലഞ്ച് ബോക്സിലാക്കി ഞാൻ വേഗം കുളിക്കാൻ കയറി. എനിക്കൊരിടം വരെ പോകാനുണ്ട്. ഇന്ന് രണ്ടുമനെ കാണിക്കേണ്ട ഡേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാനും പോയിട്ടുണ്ട് നിശാക്കാന്റെ കൂടെ. അങ്ങനെ രണ്ടുമനെ കാണിച്ച് മെഡിസിനും വാങ്ങി ആളെ അവിടെ ആക്കി കൊടുത്തു. ഡോക്ടറെ കാണിക്കാൻ ഇത്ര ടൈം എടുത്തില്ല കേട്ടോ. നല്ല തിരക്കാണ് മെഡിസിൻ വാങ്ങുന്നിടത്ത്. വീണ്ടും ടൗണിലേക്ക് തന്നെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. നിശാഖന്റെ മാമന്റെ കടയിൽ നിന്ന് നെയ്ച്ചോറും ബീഫും കഴിച്ചു. സൂപ്പർ ടേസ്റ്റ് ആണ്. ലൊക്കേഷൻ വരുന്നത് ചെട്ടുകളാണ് കേട്ടോ. വയറൊന്ന് ഫുള്ളായപ്പോഴാണ് ഒരു ആശ്വാസം വന്നത്. അവിടുന്ന് പിന്നീട് പോകുന്നത് തെയ്യമ്പാട്ടിലേക്കാണ്. അവിടെ ഒരുപാട് നല്ല ഐറ്റംസ് ഉണ്ട്. അവിടുന്ന് എനിക്ക് എല്ലാം നല്ലോണം ഇഷ്ടമായി. പോയ പാടെ തന്നെ അവക്കൊരു കാറ്റിനെ കിട്ടി. കുറെ അതിനെയും കൊണ്ട് നടന്നു. പിന്നെ ഉള്ള സോഫയിൽ